ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഡോൾഫിൻ വാച്ചിനും സ്നോർക്കലിങ്ങിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ സിംഗിളായിട്ട് മീൻസ് ഒരു ഫാമിലി ആയിട്ടാണ് വന്നതെങ്കിലും ഇത് നമ്മൾ ബോട്ടിൽ ഫില്ലാവുന്നതിനനുസരിച്ചാണ് കൊണ്ടുപോകുക. അപ്പോൾ ഏകദേശം നമ്മുടെ സ്പോൺസറിൻ്റെ ആളുകൾ തന്നെയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ആ ബോർഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. നമുക്ക് നീല കളർ വെള്ളം അല്ലേ, നല്ല ഭംഗിയുള്ള കടൽ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ആമി നിലത്ത് പിന്നെ പൂഴി കളിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ട് വന്നിട്ട് നമ്മൾ ഈ തോണിയിൽ കയറിയിട്ട് വേണം ആ ബോട്ടിലേക്ക് പോകാൻ. ബോട്ട് കരയ്ക്ക് അടുക്കില്ലല്ലോ. അപ്പോൾ ഈ തോണിയിൽ ഞങ്ങളെല്ലാവരും കയറിയിട്ട് ആ ബോട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു. കുറേ പേര് എന്ന് വെച്ചാൽ കപ്പിളായിട്ട് വന്നവരുണ്ട്, ഫാമിലി ആയിട്ട് വന്നവരുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലാതെ വന്ന് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഫാമിലി ആയിട്ട് വന്നവരെല്ലാവരും ആ ബോട്ടിലുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ ബോട്ടിലൊരു സീറ്റ് പിടിച്ചു. മീൻസ് കസേരയുണ്ട്, പിന്നെ ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ബോട്ടിൻ്റെ എൻജിൻ പോലെ അവിടെ ഇരിക്കണം. അപ്പം ഞങ്ങൾക്കൊരു ചെയർ കിട്ടി. അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ സച്ചുവിന് മീനിനെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ മീനിൻ്റെ കൂട്ടങ്ങളുണ്ടല്ലോ, സ്കൂൾ ഓഫ് മീൻ ഫിഷസ് ഒക്കെ നമുക്കിങ്ങനെ അടുത്ത് കാണാൻ പറ്റും. ഈ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാർക്ക് കളറിൽ ഇങ്ങനെ കാണുന്ന ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ കളർ കടലിൻ്റെ ആഴത്തിനനുസരിച്ചുള്ള ഡിഫറൻസ് ആണ്. പക്ഷേ ശരിക്കും അതല്ല, അത് കോറൽസ് ആണ്. ഓരോ കോറൽ റീഫാണ്, അതിനകത്ത് മീനുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ കോറൽസ് ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ട് അവിടുന്ന് നമുക്ക് ഈ ഡോൾഫിനെയും സ്നോർക്കലിനെയും ഒക്കെ ചെയ്യാൻ പ്ലാൻ. അപ്പോൾ ബോട്ടിൽ നമുക്ക് ഈ ഡോൾഫിനെ കാണാൻ വേണ്ടി കുറേ ദൂരം പോകാനുണ്ട്. കുറേ ഉള്ളിലേക്ക് പോയാലല്ലേ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ക്രോഡല്ല ക്രൂയിസിൻ്റെ ഒരു ഷിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് മുംബൈയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ലക്ഷദ്വീപിലേക്കും മുംബൈയിലേക്കും ഗോവയ്ക്കും ഒക്കെ പോകുന്ന കപ്പൽ. നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് കേട്ടത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി എപ്പോഴെങ്കിലും പറ്റുമ്പോൾ എന്തായാലും ഗോവയും ലക്ഷദ്വീപൊക്കെ ഇപ്പോൾ കവറായി. അപ്പോൾ മുംബൈയിലേക്ക് ക്രോഡല്ല ക്രൂയിസ് വഴി പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് പക്ഷേ ഈ ആഗ്രഹം നടക്കോ ഇല്ലയോ എന്ന് വിചാരിക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് കടലിൻ്റെ ആ ഒരു ആട്ടം ഉണ്ടല്ലോ, ഈ ഇളക്കം ബോട്ടിൻ്റെ തീരെ പറ്റില്ല. ഈ ഷിപ്പൊക്കെ കാണുന്നവരെ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ചുമച്ചവിടെ കിടക്കായിട്ടോ. മീൻസ് എനിക്ക് ഓക്കാനം വന്നിട്ട് ഈ കടലിൽ നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നു. ഞാനിങ്ങനെ ആടുന്നതിനനുസരിച്ച് എൻ്റെ ബ്രെയിനും അതിനനുസരിച്ച് ആടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഷിപ്പൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് ഷിപ്പ് കടലിലേക്ക് അടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എന്തോ ഈ ലക്ഷദ്വീപിലേക്ക് വന്നിട്ട് പോവുകയാണോ അതോ വരാൻ വേണ്ടി നിൽക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഷിപ്പ് ലക്ഷദ്വീപിൻ്റെ ട്രിപ്പിലുള്ളതായിരിക്കണം. ഇത് അവർ ലക്ഷദ്വീപിലേക്ക് പാക്കേജസ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ ഒരു പ്ലാനും കോഡല്ല ഷിപ്പ് നമ്മുടെ ഒരു പ്ലാനിലുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിങ്ങനെ പോയി. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഫുള്ള് നോക്കുന്നുണ്ട്. കണ്ണടം ബോട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. പിന്നെ അവസാനം അതാ ഞാൻ സൈഡായി. എൻ്റെ തല എനിക്കിങ്ങനെ കറങ്ങിയിട്ടൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇപ്പം ഛർദ്ദിക്കും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അവസാനം ഛർദ്ദിച്ച് ഒരു 3-4 പ്രാവശ്യം ഛർദ്ദിച്ചു. രാവിലെ കഴിച്ചതൊക്കെ പോയി, വയറ്റുന്നുള്ളതൊക്കെ പോയി. അവസാനം ഛർദ്ദിക്കാനൊന്നും ഇല്ലാണ്ട് വെള്ളം മാത്രം ഛർദ്ദിക്കാൻ തുടങ്ങി. ആ ബോട്ടിൽ അപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്കൊരു മരുന്ന് തന്നെ. അങ്ങനെ അവർ പിന്നെ ആമീനെയും സച്ചുവിനെയും അവർ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെ ആശ്വാസം. എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോൾഫിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ അത് തല പൊക്കി നോക്കിയായിരുന്നു. അത് പൊക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതേപോലെ ഞാൻ അവിടെ കിടന്നു. ഒറ്റ ഡോൾഫിൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എനിക്ക് അപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ വന്നിട്ട് അവസാനം ഞാൻ വീണ്ടും ഛർദ്ദിച്ച് വീണ്ടും സൈഡായിപ്പോയി. അപ്പോൾ ആമി സച്ചു ഇത് കാണുന്നുണ്ട്. എന്നപ്പോൾ കണ്ടിട്ട് അതിൻ്റെ ടെൻഷനും കുട്ടികളെ നോക്കുന്ന ടെൻഷനും. പക്ഷേ ആമി സച്ചു ഭയങ്കര എന്താ പറയുക കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവർ വേറെ ആളെടുത്ത് നിന്നു. അവർ നമ്മളെ മക്കളെ അവർ നോക്കി. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഈ സീനൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ പലതും ഇങ്ങനെ ഒരു അബോധാവസ്ഥയിൽ കേൾക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. കാണാൻ ഈ കടലിങ്ങനെ ഇളകുന്നുണ്ട്. ഇതിങ്ങനെ ഇളകുന്നതോറും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അങ്ങനെ അവസാനം കുറച്ച് ഡോൾഫിനെ കണ്ടിട്ട് നമ്മൾ പിന്നെ തിരിച്ച് സ്നോർക്കലിംഗ് കൂടെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞാൽ. എനിക്ക് ആ സമയത്ത് ഫുഡൊന്നും വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇനി അതിലൊന്നും ചിന്തിച്ചതേ ഇല്ല. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ട് നമ്മൾ റിട്ടേൺ വരുന്ന വഴിക്കാണ് ഫുഡ് കഴിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇത് എവിടെയെങ്കിലും ഒരു കോറലിൽ അവർക്ക് ബോട്ട് ഹോൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്നോർക്കലിംഗ് കൂടെ ചെയ്യണം. കാരണം സ്നോർക്കലിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് വിശക്കും. ഇപ്പം തന്നെ സമയം 1 മണി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരും നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. അപ്പോൾ തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിക്കാണ് നമുക്ക് ഈ സ്നോർക്കലിങ്ങും ഒക്കെ ചെയ്യാനുള്ളൊരു സ്ഥലം കണ്ടുവയ്ക്കണം. അപ്പോൾ ഇതുപോലെ കുറേ ബോട്ടുകളുണ്ട്. അവരും ഇതുപോലെ സ്നോർക്കലിംഗ് ചെയ്യാനുള്ള പ്ലേസ്
നോക്കി നിൽക്കാനുണ്ട്. അപ്പോൾ അവർ കോറൽ റീഫ് കാണുമ്പം മീൻസ് അങ്ങനൊരു സ്ഥലം നമുക്ക് സേഫായിട്ട് സ്നോർക്കിൾ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കെട്ടിയിട്ട് അവിടെ ബോട്ട് ഹോൾട്ട് ചെയ്തിട്ട് ആ കോറൽ റീഫുമായിട്ട് കയറ് വെച്ച് കെട്ടി ആ കയറ് ത്രൂ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ബോട്ടിലുള്ളവർ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കണ്ടിട്ട് ഈ ജാക്കറ്റ് വന്നപ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആയി. നീന്താൻ അറിയുന്നവരൊക്കെ ഒരൊറ്റ ചാട്ടമായിരുന്നു വെള്ളത്തിലേക്ക്. അപ്പോൾ അവരിങ്ങനെ വാണിംഗ് പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ നല്ല തിരയുണ്ട്, നല്ല ഒഴുക്കുണ്ടാവും, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാതെ നിങ്ങളിങ്ങനെ എടുത്ത് ചാടരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ ചാടി. വേറൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഐഫോൺ പ്രോ എന്തോ ആണ്. അപ്പോൾ ആ ചേട്ടനകത്ത് വെള്ളത്തിലേക്ക് ഇത് ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ണേട്ടം പോയി. അപ്പോൾ എന്നോട് അവർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഫസ്റ്റ് ഈ വെള്ളം എന്താ പറയുക സ്നോർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും നിങ്ങളുടെ തലയുടെ പ്രശ്നം മാറും. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവും, കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും, ഈ ഛർദീൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അത് കേട്ടപ്പോൾ പിന്നെ എന്തായാലും സ്നോർക്കിൾ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്നോർക്കിൾ ചെയ്യാൻ കോമഡി ആയിരുന്നു. ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്നത് എന്താണെന്നറിയില്ല, ഈ ജാക്കറ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ മലന്ന് പോവായിരുന്നു. എന്താ കാര്യം എനിക്കറിയില്ല. അപ്പോൾ അത് ഒഴുക്കുള്ളതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. നേരെ ഇങ്ങോട്ട് മറയ്ക്കാൻ നോക്കുമ്പോൾ അതേപോലെ തിരിച്ചങ്ങോട്ട് പോകും. ഒരിക്കലും മലർന്ന് പോകരുത്, നമ്മൾ ഈ കമഴ്ന്ന് നേരെ കാല് വെച്ചിട്ട് വേണം പോകാൻ. ഒരിക്കലും മലർന്ന് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് മെനക്കെട്ട് കിടക്കാനൊക്കെ നോക്കിയാൽ നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്യും. എല്ലാവരുടെ കൂടെയും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയതിനേക്കാളും കുറച്ചുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ ബോട്ടിൻ്റെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ അയാളുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങിച്ചിട്ട് അവർ അതിനടിയിൽ പോയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇറങ്ങാനുള്ള ഭയങ്കര ആഗ്രഹത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പോയി ഈ കാണുന്നതാണ് കേട്ടോ കോറൽ റീഫ്. ഈ റീഫിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ ഇമേജ് നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെയുള്ള ഇമേജസ് കാണുന്നത്. അപ്പോൾ ഒരുപാട് ഫിഷസിനെ കണ്ടു, നല്ല ഭംഗിയുള്ള പല കളറുള്ള ഫിഷസ്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. നമ്മൾ ഈ കാണുന്ന പോലെ അയിലാമത്തിയൊന്നുമല്ല, ശരിക്കും നമ്മൾ അക്വേറിയത്തിൽ കാണുന്ന പോലെ പച്ച കളർ, നീല കളർ, മഞ്ഞ കളറൊക്കെയുള്ള മീനുകളെ കുറേ കണ്ടു. കോറൽ റീഫിനെ കണ്ടു. അപ്പോൾ നമ്മൾ തൊടാൻ ആക്ച്വലി എല്ലാവർക്കും അത് കാണുമ്പോൾ തൊടാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഞാനും തൊടാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞത് ചെയ്യരുത്, നല്ല മൂർച്ചയുള്ള സാധനമാണ്, അപ്പം നിങ്ങളുടെ കൈ മുറിയും. ഈ തീരെ പരിചയമില്ലാത്ത കടലെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയും വൈൽഡ്നെസ്സും നമുക്ക് മനസ്സിലാവാം. കടലിൻ്റെതായ പല മുഖങ്ങളാണ് ഓരോ സമയത്തും. അപ്പോൾ ഈ കോറൽ റീഫ് എന്തായാലും നിങ്ങൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ജസ്റ്റ് ടച്ച് ചെയ്തില്ല, എന്നാലും നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ തൊടാൻ തോന്നും. അങ്ങനെ കുറേ അതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. ഇവിടെയൊക്കെ എല്ലാവരും സ്നോർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ തന്നെയാണ് നിർത്തിയത്. എല്ലാവർക്കും അവിടെയാണ് ഹോൾട്ട് ചെയ്യാനുള്ള പ്ലേസ് കിട്ടുന്ന തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും അവിടെ തന്നെ ഒരുപാട് ടീമിൻ്റെ സ്നോർക്കിൾ നടക്കുന്നത്. റിട്ടേൺ വരുമ്പോഴും ഞാനിങ്ങനെ മലർന്ന് വീഴാൻ പോയിട്ടോ, എന്നിട്ട് അവിടെ നിന്ന് വീണ എങ്ങനെയൊക്കെ അയാൾ ഒരു കയറുണ്ടായിരുന്നു. അപ്പോൾ കയറ് പിടിച്ച് അങ്ങനെ വന്നു. എന്നാലും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, എനിക്ക് കാരണം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെല്ലാം കാണണം എന്നൊരാഗ്രഹം നല്ലപോലെ ഉണ്ടായതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ചെത്തിയതും പക്ഷേ സ്നോർക്കലിങ് കഴിഞ്ഞിട്ടും ഞാൻ അപാരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അവരുടെ പ്രഡിക്ഷൻസ് ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഞാൻ ഛർദ്ദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു വെള്ളത്തിലിറങ്ങിയാൽ റെഡി ആവുന്നില്ല. അപ്പോൾ എല്ലാവരും ഞാൻ വെള്ളത്തിലിറങ്ങി, എന്നിട്ടും കുഴപ്പമായി. അങ്ങനെ പിന്നെയും ഞാൻ അവിടെ ഛർദ്ദിച്ച് കിടക്കുമ്പോഴാണ് സച്ചു പോയത്. സ്നോർക്കൽ ചെയ്യാൻ പോയത്. അപ്പോൾ മോനെ ഇതുപോലെ കുറച്ചുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് കൊണ്ടുപോയത്. അപ്പോൾ അവനിതുപോലെ മാസ്ക് കൊടുത്തിട്ട് അവന് ചെവിയിലൊരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അവൻ്റെ ചെവിയൊന്നും നനഞ്ഞില്ല. അപ്പം ഭയങ്കര കൂളായിട്ട് പോയിട്ട് സ്നോർക്കൽ ചെയ്തിട്ട് വന്നു. അവൻ കുറേ മീനൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു, സ്റ്റാർ ഫിഷിനെ കണ്ടു, ഷാർക്കിനെ കണ്ടു എന്നൊക്കെ പറയുന്നു. പിന്നെ ആമിക്കും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇവർ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കച്ചറുണ്ടാക്കാൻ തുടങ്ങിയതാണ് അവർ, ഞങ്ങൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആമീനെയും കൊണ്ട് ആ ചേട്ടൻ ഇറങ്ങി. ആമി ഭയങ്കര ഹാപ്പിയായിരുന്നു, എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ ആമി കരയുന്ന സൗണ്ട് ഇട്ട് എനിക്ക് തോന്നുന്നു കടൽ വന്ന് അടിച്ചപ്പോൾ അവൾ പേടിച്ച് കരഞ്ഞത് എന്തോ ആണ്. എന്തായാലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ആമി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നല്ലപോലെ നിന്നിട്ട് ചിരിച്ചും കൊണ്ടാണ് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നമുക്ക് ഇത്ര ധൈര്യം. ഞാൻ പിന്നെ ഇതൊക്കെ വീഡിയോസ് കാണാട്ടുണ്ടായത്, ഒന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. എനിക്ക് ആ കടലിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് എനിക്കൊന്നും നേരിട്ട് കാണാനോ ആമിനോടൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. കുറേ വെള്ളം അടിച്ചപ്പോൾ അവൾ പിന്നെ കരയാൻ തുടങ്ങി. അവൾ സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവസാനത്തെ ആളും കൂടെ സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞ്, മീൻസ് ഈ കുട്ടികളൊക്കെ സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഫുഡുണ്ട്. ഇവരുടെ മെയിനായിട്ട് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഇട്ട് ബന്ധത് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.